എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അജയ് കുമാർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വേരിക്കോസ് വെയിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് വേരിക്കോസ് വെയിൻ? ആർക്കെല്ലാം അത് കാണുന്നു? എങ്ങനെ നമുക്ക് വേരിക്കോസ് വെയിൻ മാറ്റിയെടുക്കാം? ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായിട്ടൊന്ന് പഠിക്കാം. ഓക്കെ. അപ്പോൾ വേരിക്കോസ് വെയിൻ കൂടുതലായിട്ട് കണ്ടുവരുന്നത് സ്ത്രീകൾക്കാണ്. ചില സ്ത്രീകൾക്ക് പ്രഗ്നൻസി ടൈമിലും വേരിക്കോസ് വെയിൻ കാണുന്നുണ്ട് നമ്മൾ. പിന്നെ വേരിക്കോസ് വെയിൻ കൂടുതലായി കണ്ടുവരുന്നത് അധ്യാപകർക്ക് കൂടുതലായി കാണുന്നുണ്ട്, സെക്യൂരിറ്റി ജീവനക്കാർക്ക് കാണുന്നുണ്ട്. നിന്നുകൊണ്ട് ജോലി ചെയ്യുന്ന പലർക്കും വേരിക്കോസ് വെയിൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ പാരമ്പര്യമായിട്ടും വേരിക്കോസ് വെയിൻ വരാം. നമ്മൾക്കറിയാം, നമ്മുടെ ശരീരത്തിൽ നിന്നും, ശരീരത്തിൻ്റെ ഹൃദയത്തിൽ നിന്നും ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും രക്തം കൊണ്ടുപോകുന്നത് ധമനികളിൽ കൂടിയാണ്. ശരീരത്തിലേക്ക് തിരിച്ച് ഈ രക്തം വരുന്നത് സിരകളിൽ കൂടിയാണ്. ഇനി ഞാൻ പറയുന്നത് വേരിക്കോസ് വന്നവർക്കുള്ള പ്രതിവിധികളാണ്. വേരിക്കോസ് വന്നവർ കൂടുതൽ സമയം നിന്ന് ജോലി ചെയ്യുകയാണെങ്കിൽ കാലിൽ ബാൻഡേജ് ചുറ്റിക്കൊണ്ട് വേണം നിന്ന് ജോലി ചെയ്യുവാൻ. പിന്നെ നമ്മൾ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് കാലുകൾ രണ്ടും അല്പം ഉയർത്തി വയ്ക്കുക. 1-2 തലന വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ കാലൊന്ന് സാവധാനത്തിൽ ഉയർന്നിരിക്കും. അങ്ങനെ വെച്ച് കിടന്നുറങ്ങണം നമ്മൾ. ഇനി നമ്മൾ ഇവിടെ ചെയ്യുന്ന ഒരു ചികിത്സാ രീതിയുണ്ട്. ചിരുവില്ലാതി കഷായം കുറച്ച് നാൾ അടുപ്പിച്ച് കഴിച്ചാൽ വേരിക്കോസിന് നല്ല ഗുണം കിട്ടുന്നതായിരിക്കും. പിന്നെ കാലിൽ നമ്മൾ കപ്പിൻ തെറാപ്പി ചെയ്തുകൊണ്ട് അശുദ്ധ രക്തത്തിനെ എടുത്തു കളഞ്ഞിട്ട് കാലിൽ ഓയിൽ മസാജ് ചെയ്താൽ നല്ല ഗുണം ഇവിടെ നമ്മൾക്ക് കണ്ടിട്ടുണ്ട്. വെള്ളം ധാരാളം കുടിക്കണം വേരിക്കോസ് വെയിൻ ഉള്ളവർ. മൂത്ര തടസ്സം അവർക്ക് ഉണ്ടാവരുത്. ഹാർഡ് എക്സസൈസ് വേരിക്കോസ് ഉള്ളവർ ഒഴിവാക്കേണ്ടതാണ്. നാരുകൾ അടങ്ങിയ ഭക്ഷണം നല്ല രീതിയിൽ കഴിക്കണം. കറ്റാർവാഴ നീര് കൊണ്ട് കാലിൽ മസാജ് ചെയ്യുന്നതും നല്ല ഗുണം കിട്ടുന്നുണ്ട്. വേരിക്കോസ് വെയിൻ വന്നവർ രാവിലെ 3 ഗ്രാം കുർക്കുമിൻ കളയാത്ത മഞ്ഞൾപ്പൊടി ചെറു ചൂടുവെള്ളത്തിലോ കട്ടൻ ചായയിലോ കട്ടൻ കാപ്പിയിലോ കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇത്തരണത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഈ ചികിത്സാ രീതികൾ അവലംബിച്ചുകൊണ്ട് നമ്മൾക്ക് വേരിക്കോസ് വെയിനെ മാറ്റിക്കളയുവാനും തടഞ്ഞു നിർത്തുവാനും സാധിക്കുന്നതാണ്.